55 ദിവസം നീണ്ടുനിന്ന ഒളിവ് ജീവിതത്തിനൊടുവിൽ ഷാജഹാൻ ഷെയ്ഖ് പോലീസിന് മുമ്പിൽ കീഴടങ്ങി. അഥവാ പോലീസിൻ്റെ ഭാഷയനുസരിച്ചാണെങ്കിൽ അവർ ഒളി സങ്കേതം വളഞ്ഞ് അറസ്റ്റ് ചെയ്തു. രണ്ടും തുല്യ നിലയിൽ സാധ്യമാണ്. 55 ദിവസം അന്വേഷിച്ചിട്ട് കിട്ടാത്ത പോലീസുകാർ അവസാനം ഷെയ്ഖിൻ്റെ താവളം കണ്ടെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുമാകാം. അതല്ല, ഇനി ഒരു നിമിഷം പോലും പിടിച്ചേൽക്കാൻ പറ്റുകയില്ല എന്ന് മമതാ ദീദിക്ക് മനസ്സിലായതുകൊണ്ട് അത്യുത്തമ ശിഷ്യനായ ഷെയ്ഖിനോട് കീഴടങ്ങിക്കുളം പറഞ്ഞതുമാകാം. ഷാജഹാൻ ഷെയ്ഖിൻ്റെ ഗോഡ്ഫാദറായ അഭിഷേക് ബാനർജി പറഞ്ഞത് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നതിന് കൽക്കട്ട ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല എന്നാണ്. കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു വിലക്കുമില്ല, ഞങ്ങൾ യാതൊരു സ്റ്റേ ഉത്തരവും നൽകിയിട്ടില്ല, അറസ്റ്റ് ചെയ്യാത്തത് പോലീസിൻ്റെ തല്ലുള്ളിത്തരം മാത്രമാണ് എന്ന്. അതും ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് വന്നു. അപ്പോൾ പിന്നെ അറസ്റ്റ് ചെയ്യാല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന നിലയിലേക്ക് ആ പാർട്ടിയും സർക്കാരും എത്തിച്ചേർന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അല്ല, തൃണമൂൽ കോൺഗ്രസ് ആണ്. ആ തൃണമൂൽ കോൺഗ്രസും അതിൻ്റെ പരമോന്നത നേതാവ് മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയും ആ പാർട്ടിയിലെ മറ്റ് ലൊട്ടിലൊടുക്കുന്ന നേതാക്കളും എല്ലാവരും ഇനി ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന ഘട്ടത്തിലെത്തി. അങ്ങനെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് 6 കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 6 കൊല്ലം കഴിഞ്ഞ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കും, ഇതിനേക്കാൾ ഉയർന്ന പദവിയിൽ നിയമിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇദ്ദേഹത്തിന് പാർട്ടിയിൽ എന്ത് പദവിയുള്ളത്? അദ്ദേഹത്തിന് ഒരു പദവിയില്ല. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ആളുകളെ കൊല്ലുകയും പിടിച്ചു പറിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ഒരു ഗുണ്ട മാത്രമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല, MLA അല്ല, MP അല്ല, ഒന്നുമല്ല. 24 പാർഗനാസിലെ ഒരു ഗുണ്ട തലവനാണ് ഈ ഷാജഹാൻ ഷെയ്ഖ്. ഇദ്ദേഹം പണ്ട് CPM കാരനായിരുന്നു. CPMന് ഭരണമുള്ള കാലത്ത് പാർട്ടിക്ക് വേണ്ടി ആളുകളെ കൊല്ലാനും കൊല വിളിക്കാനും നടന്നിരുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു ഷാജഹാൻ ഷെയ്ഖ്. തൃണമൂൽ കോൺഗ്രസിന് അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു അവർക്ക് വേണ്ടിയിട്ട്. ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ചട്ടമ്പി നേതാവായിട്ട് അദ്ദേഹം 24 പാർഗനാസിൽ വിലസുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ പേരാണ് സന്ദേശ് ഖാലി. ഈ സന്ദേശ് ഖാലി കേന്ദ്രമാക്കി സകലവിധ ഗുണ്ടായുസവും നടത്തിയിരുന്ന ആളാണ്. ആളുകളുടെ വസ്തുവകൾ പിടിച്ചെടുക്കുക, ഭൂമി കയ്യേറുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ സഹപ്രവർത്തകർ ഇതേ ജോലി തന്നെയാണ് ചെയ്തത്. ഷാജഹാൻ ഷെയ്ഖിൻ്റെ പേര് കേട്ട ആളുകൾ ഞെട്ടിപ്പറക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻഫോഴ്സ്മെൻറ്റുകാർ ഇദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ തിരിച്ചാക്രമിക്കാം എന്ന ബുദ്ധി ഇതുവരെ ആർക്കും തോന്നിയിരുന്നില്ല. ഷാജഹാൻ ഷെയ്ഖിന് അതും തോന്നി. ഇയാൾ എൻഫോഴ്സ്മെൻറ്റുകാരെ മാരകമായി പരിക്കേൽപ്പിച്ച് ഒളിവിൽ പോയി. എൻഫോഴ്സ്മെൻറ്റുകാരെ ആക്രമിച്ച ഷാജഹാൻ ഷെയ്ഖിനെ ഉടനെ പിടികൂടണം എന്ന് ഗവർണർ ആനന്ദ ബോസ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് അന്ത്യശാസനം നൽകി. മമതാ ബാനർജി അത് അവഗണിച്ചു. കാരണം മമതാ ബാനർജിക്ക് ഇതുപോലുള്ള ഗുണ്ടകളില്ലാതെ ഭരണം നിലനിർത്താൻ പറ്റുകയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വലിയ വിവാദമായി എന്ന് മാത്രമല്ല, സന്ദേശ് ഖാലിയിലെ സാധാരണക്കാരായ സ്ത്രീകൾ, അതിലധികവും പട്ടികജാതിക്കാരും ആദിവാസികളുമാണ്, അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വെളിപ്പെടുത്തി ഇയാൾ വളരെ കാലമായി ഞങ്ങളുടെ വസ്തുവകൾ പിടിച്ചു പറിക്കുകയും സ്ത്രീകളെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം മാനഭംഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന പോലീസ് എപ്പോഴും ഷാജഹാൻ ഷെയ്ഖിനും അയാളുടെ തൃണമൂൽ ഗുണ്ടകൾക്ക് കൂടെ നിൽക്കുകയുള്ളൂ. ഈ ഘട്ടത്തിൽ അത് ദേശീയ മാധ്യമങ്ങളിൽ വീണ്ടും വാർത്ത. സന്ദേശ് ഖാലിയിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ ടൈംസ് നൗ ചാനലിലും റിപ്പബ്ലിക് ചാനലിലും എന്തിന് NDTVയിൽ വരെ വലിയ ചർച്ചകൾ നടന്നു. നമ്മുടെ മലയാളത്തിലെ പത്രങ്ങൾ ആരും ഇത് പ്രസിദ്ധീകരിച്ചില്ല. മലയാള പത്രങ്ങളൊക്കെ അങ്ങനെ ഒട്ടകപ്പക്ഷിയെ പോലെ തല മണലിൽ പൂഴ്ത്തി 55 ദിവസം കഴിച്ചു കൂട്ടി. ഈ കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമിയിലും മനോരമയിലൊക്കെ ആദ്യമായിട്ട് റിപ്പോർട്ട് വരാൻ തുടങ്ങി സന്ദേശ് ഖാലിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറയും. അതിൻ്റെ പുറത്താണ് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്. കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ ഇനി അറസ്റ്റ് ചെയ്യാതെ ഒരു മാർഗ്ഗമില്ല എന്ന അവസ്ഥയിലെത്തി. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഈ മാന്യദേഹം പോലീസിന് മുമ്പിൽ കീഴടങ്ങി. അദ്ദേഹം കൂടുതൽ ശക്തനായിട്ട് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണം അവസാനിച്ച് BJPയുടെ ഭരണം തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഷെയ്ഖ് അപ്പോൾ തന്നെ BJPക്കാരനായിട്ട് മാറും. കാരണം ഇങ്ങനെയുള്ള ഗുണ്ടകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ അവർക്ക് പിടിച്ചേക്കാൻ പറ്റുകയില്ല. അതാണിപ്പോൾ സന്ദേശ് ഖാലിയിൽ നടന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കീരിക്കാടൻ ജോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, ഞാൻ മരിച്ചു എന്ന് കരുതി പടക്കം പൊട്ടിച്ച എല്ലാവരെയും ഞാൻ ശരിയാക്കും എന്ന്. അങ്ങനെ ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. പക്ഷേ സന്ദേശ് ഖാലിയിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഷാജഹാൻ ഷെയ്ഖിൻ്റെ തിരിച്ചുവരവ് ഭയങ്കരമായിരിക്കും. നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാവിധ കൊള്ളരായ്മകളെക്കുറിച്ചും ദൈനംദിന അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന നമ്മുടെ മൗദൂദി ചാനലിലെ അടുപ്പൂട്ടി ചർച്ചക്കാരുണ്ടല്ലോ,
അവർ സന്ദേശ് ഖാലിയുടെ കാര്യം ഈ സെക്കൻഡ് വരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം മൗദൂദി ചാനൽ കണ്ടിട്ടാണ് ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. കാരണം കാര്യം എന്ത് തന്നെയാണെങ്കിലും കുണ്ടത്തലവനാണെങ്കിലും ബലാത്സംഗത്തിൽ PhD എടുത്ത ആളാണെങ്കിലും പുള്ളി ഒരു ഷാജഹാനും ഷെയ്ഖുമാണുള്ളൂ. എങ്ങനെ ഒരു സന്തോഷത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യും? എങ്ങനെ ഈ ദളിത് പീഡനത്തെക്കുറിച്ച് വേറെ ആരൊക്കെ എന്തൊക്കെ ഇല്ലാവചനം പറഞ്ഞാലും മൗദൂദി ചാനലിന് അങ്ങനെ പറയാൻ പറ്റിയില്ല. അവർ പറയുകയുമില്ല. അവർ പറയാൻ വേണ്ടിയല്ല ഞാനിത് പറയും. അവരുടെ തനിനിറം എന്താണ് എന്ന് ഇത് കാണുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയും. അങ്ങനെ ഏതായാലും മൗദൂദി ചാനൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ഷെയ്ഖ് ഇന്നിപ്പോൾ ജയിലിലാണ്. മമതാ ദീദി കുറച്ച് ഡിഫൻസിലാണ്. അതിലുപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ സന്ദേശ് ഖാലിയിൽ എന്ത് സംഭവിക്കുന്നു, മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കും രക്ഷയില്ല എന്ന് പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തിയിരിക്കുന്നു. നമ്മുടെ വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മമതാ ബാനർജിയുടെ നന്ദിഗ്രാമാണ് സന്ദേശ് ഖാലി എന്നാണ്. സന്ദേശ് ഖാലിയുടെ കാര്യത്തിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മമതാ ബാനർജിയുടെ എതിർപ്പുള്ള എല്ലാവരും സന്ദേശ് ഖാലി വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. BJP മാത്രമല്ല, വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല, ടെലഗ്രാഫ് പത്രമടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ഈ പഴയ സഖാവിനെതിരായിട്ട് അതിശക്തമായി രംഗത്ത് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ DYFIയുടെ തീപ്പൊരി നേതാവ് പോലീസിൻ്റെ ഉപരോധമൊക്കെ ലംഘിച്ച് പ്രച്ഛന്നവേഷം ധരിച്ച് സന്ദേശ് ഖാലിയിലെത്തി. അവിടെ വെച്ച് വരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു. അപ്പോൾ ഏതായാലും സന്ദേശ് ഖാലി നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. മമതാ ബാനർജിക്ക് ഇനി എത്ര നാൾ പശ്ചിമ ബംഗാളിൽ പിടിച്ചേക്കാൻ പറ്റും എന്ന കാര്യം സംശയാസ്പദമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതല്ല. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഗുണ്ടകളെല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. CPM ഭരിച്ചിരുന്നപ്പോൾ അവരൊക്കെ CPMകാരായി മാറി. അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ തൃണമൂൽ കോൺഗ്രസ്സുകാരായിട്ട് മാറി. ഇനി BJP ഭരണം വന്നാൽ യാതൊരു സംശയവും വേണ്ട, ഇതേ ഗുണ്ടകൾ അവർ കാവിക്കൂടി പിടിച്ച് ഇതേ ഗുണ്ടായുസം, ഇതേ സ്ത്രീപീഡനം, ഇതേ ഭൂമി തട്ടിപ്പ്, ഇതേ കൊള്ളരായ്മകൾ ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ആവർത്തിക്കും. അതിൻ്റെ പേരാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.